സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ കെ.പി.സി.സി നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് കെ മുരളീധരൻ. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാവണം. ഇതിനവരുമായി നിരന്തര ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്, എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അതെങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടെന്ന് വെച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല, എന്താ നിങ്ങളുടെ നയം? ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരിഹരിക്കണം. കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിൻ്റെ പരിമിതി കെ സുധാകരനുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. MLA എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശന് വെല്ലുവിളിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും സതീശന് കഴിയുന്നില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. അപ്പോൾ KPC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA-മാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തന പരിചയമുള്ള സീനിയർ നേതാക്കളെ ഉപയോഗപ്പെടുത്താൻ കെ.പി.സി.സി നേതൃത്വത്തിന് സാധിക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയോട് കെ.പി.സി.സി അധ്യക്ഷന്മാർക്ക് താൽപ്പര്യമില്ല. പാർട്ടിയിൽ കൂടിയാലോചനയും ചർച്ചയുമില്ല. പിണറായി വിജയനാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെന്ന ഓർമ്മ നേതാക്കൾക്കുണ്ടാകണമെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ഈ എൻ്റേത് മാത്രമല്ല, സീനിയർ ലീഡേഴ്സൊക്കെ ആയിട്ട്, അതിൽ പ്രത്യേകിച്ച് മുൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 നേതാക്കളൊന്നൊരു സ്ട്രാറ്റജി രൂപം നൽകുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോഴുള്ള നേതൃത്വമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിണറായി പോലത്തെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതെങ്ങനെ മൊത്തം ബാധിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണം. എന്തുകൊണ്ടാണ് പിന്നീട് വരുന്ന പല പ്രസിഡൻറ്റുമാർക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിലൊരു ഒരു മെല്ലെ പോക്ക് നയമുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് പറ്റിയ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്നെ അതുപോലെ തന്നെ അംഗസംഖ്യ വളരെ കൂട്ടുന്നതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ. കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. താനിത് ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിനില്ല, അതിനുള്ള ആരോഗ്യം പാർട്ടിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഇപ്പോൾ ഗ്രൂപ്പ് ഏതാന്നുള്ള ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ
അങ്ങനെ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിനെ നയിച്ച കെ കരുണാകരൻ എന്നില്ല, എ ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടി ഇന്നില്ല, എ എന്നുള്ള പേരിന് കാരണക്കാരനായിട്ടുള്ള എ കെ ആന്റണി ഇന്ന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പാന്ന് പറയേണ്ട ആവശ്യം എന്താ? മാത്രമല്ല അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റായിട്ട് ഇനി വേർതിരിഞ്ഞ് പോകാനുള്ള ആരോഗ്യവും പാർട്ടിക്കില്ല. എന്തായാലും താങ്കൾ ഇനി ഒരു ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തീർച്ചയായും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. വടകരയിൽ നിന്ന് തന്നെ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ചത് തെറ്റായ തീരുമാനമായി. വടകരയിൽ ശ്രദ്ധയിൽ താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിയമസഭയിൽ 3 സീറ്റ് കൂടി നേടാൻ കഴിയുമായിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കാവുന്ന 2-3 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിലെ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDF കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശ ഭൂരിപക്ഷം കിട്ടിയില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ വെറും 392 വോട്ടിന്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ അല്ല, അതന്ന് നേമത്ത് ഈ പറയുന്നത് പോലെ മറ്റേ കെട്ടിവെച്ച കാശ് പോയി UDFന് 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റിയില്ല. VM സുധീരന് പിന്തുണയുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു. സുധീരൻ KPCC യോഗത്തിൽ പറഞ്ഞത് സുധാകരൻ പരസ്യമാക്കുക തെറ്റായിപ്പോയി. VM സുധീരനുമായി സഹകരണമില്ലെന്ന KPCC അധ്യക്ഷന്റെ നിലപാട് ശരിയല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മിറ്റിയിൽ പറയുമ്പോൾ പലതും TV വരുന്നു. അത് മൊത്തം ഇപ്പോൾ കോൺഗ്രസ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ കേഡർ പാർട്ടിയായിട്ടുള്ള CPMലെ ചർച്ചകൾ ഇന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസ്സിൽ അതിൻ്റെ കോൺഗ്രസ്സാണെങ്കിൽ ആദ്യം എല്ലാ കാര്യവും പുറത്താണ്. പക്ഷേ എങ്കിലും പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും പുറത്ത് അറിയിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് ചെയ്താലും, ആര് ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ സുധീരൻ പറയുന്ന അദ്ദേഹം കമ്മിറ്റിക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്നതിനെക്കുറിച്ച് KPCC പ്രസിഡൻറ്റ് പരസ്യമായിട്ടുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരാൾ ശരി വേറൊരാൾ തെറ്റെന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ നമ്മൾ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. പലപ്പോഴും പ്രസിഡൻറ്റുമാരാണ്, അത് ബൂത്ത് പ്രസിഡൻറ്റ് മുതൽ KPCC പ്രസിഡൻറ്റ് വരെയുള്ളവർ നല്ലപോലെ ആത്മസംയമനം പാലിച്ചാലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചില പരാമർശങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഈ VM സുധീരനുമായി ഇനി ഒരു സഹകരണമില്ല എന്നൊരു ടോണിലാണ് കെ സുധാകരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ. VM സുധീരൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് KSUവിലൂടെ രംഗത്ത് വന്നൊരു നേതാവാണ്. ചിലപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുണ്ടാവും. അതേസമയത്ത് അയോധ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം. അതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞത് ഞങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും, നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു. ക്രിസ്മസ് വിരുന്നിന് പോയ ക്രൈസ്തവ ബിഷപ്പുമാർ മണിപ്പൂർ ഉന്നയിക്കണമായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി. അത് ഒരു പക്ഷേ പരിധി വിട്ട് കാണും, പിന്നീട് തിരുത്തലുമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ BJPയുടെ അജണ്ടയിൽ പോയി ചാടരുത്, അല്ലെങ്കിൽ ചാടി എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പോലും ഉയരാത്തത്? ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പക്ഷേ അതുപോലെ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സമുദായത്തിന് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാക്കവിടെ പറയണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ചെന്നതിൽ ഒരു പ്രശ്നവുമില്ല, ചെന്നത് മര്യാദയാണ്. പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൂടെ ഒന്ന് ഉന്നയിക്കേണ്ടതായിരുന്നു. മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ ചിരിച്ചു കാണിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്.
അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് പ്രധാന ഘടകം. മണിപ്പൂരിനോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിനെ, ഒരു മതേതര ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്തവരാണ് BJPക്കാർ. അത് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതല്ലാതെ വെറുതെ നമ്മളൊരു പത്രപ്രസ്താവന നടത്തിയിട്ട് കാര്യം. കെ മുരളീധരനുമായുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം അല്പസമയത്തിനകം 5:30 മണിക്ക് ന്യൂസ് 18-ൽ കാണാം. മറ്റു ചില വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ആൽമരം വെട്ടിയതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലകളാണ് വെട്ടിയത്. പരമശിവന്റെ ജടയായി കരുതുന്ന തേക്കിൻകാടിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ BJP രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഏത് നേതാവും പരിപാടി, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവർ വന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ സ്റ്റിക്കകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലംവെക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ സ്റ്റിക്കകൾ അറുത്തു മാറ്റുന്ന സാഹചര്യമായി ഉണ്ടത്. ഇതിനിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. മോദിക്ക് വേദിയൊരുക്കാനായി വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം എന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണകവെള്ളം തളിക്കാൻ അവസരം ഒരുക്കി കൊടുത്തുവെന്നാണ് BJPയുടെ ആരോപണം. എന്തൊരസൂയാണ് ഇന്ത്യ അസഹിഷ്ണുത പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്ത് പ്രശ്നം? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപുണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത. തോൽവി ഉറപ്പിച്ചു, തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി CPM കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ ആരായിരുന്നു തടസ്സമെന്നും കേന്ദ്ര ഏജൻസികൾ പൂർണ്ണമായും പരാജയപ്പെട്ടതായും MV ഗോവിന്ദൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഒരിടത്തും വിജയിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ശോഭനയെ പോലെയുള്ള കലാകാരിയെ BJP അറയിലാക്കാനൊന്നും CPM ഇല്ല എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞതായും തട്ടുകടക്കാർക്കുൾപ്പെടെ നല്ല കച്ചവടം നടന്നതായും കെ രാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനും മന്ത്രി മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി എത്ര തവണയായി സ്വർണ്ണക്കടത്ത് പറയുന്നു? പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ആലോചിക്കണം. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി ആൾക്കൂട്ടം ആക്രമിച്ചതിനെപ്പറ്റി മോദി വനിതാ ദിനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞില്ലെന്നും മോദിക്ക് വടക്കുംനാഥന്റെ മുന്നിൽ എല്ലാം ഏറ്റുപറയാമായിരുന്നുവെന്നും കെ രാജൻ വിമർശിച്ചു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിരുന്നു കഴിഞ്ഞ് വിചാരധാര വായിക്കേണ്ടതായിരുന്നു. വിമർശനം തെറ്റല്ല, പക്ഷേ വിമർശിക്കുന്ന ഭാഷ പ്രധാനമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിന് എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ്. BJP ഇതര മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നവർ കേരളത്തിൽ സന്ധി ചെയ്തത് എന്തിനെന്നും സതീശൻ ചോദിച്ചു. കരുവന്നൂരിലെ അന്വേഷണം അട്ടിമറിച്ച് BJPയെ വിജയിപ്പിക്കാൻ CPM-ഉം സംഘപരിവാറും തമ്മിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രധാനമന്ത്രി സന്ദർശനം ചരിത്ര വിജയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സന്ദർശനം LDF-നെയും UDF-നെയും അസ്വസ്ഥരാക്കി. കോൺഗ്രസിന്റെ വരേണ്യ നേതൃത്വം നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും അതിനാലാണ് മോദി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാൻ ഒരുങ്ങിയതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മണിപ്പൂരിനെ കുറിച്ചുള്ള പരാമർശത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് സജി ചെറിയാൻ. ആരോടും പിണക്കമില്ലെന്നും മന്ത്രി പറഞ്ഞു. മണിപ്പൂർ പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ഉന്നയിച്ചത്. സഭയുമായിട്ടുള്ള പ്രശ്നം അത് മാറ്റമില്ലെന്ന് പറഞ്ഞിട്ട് വിഷയത്തിൽ
ജസ്നയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തള്ളി CBI. ജസ്നയെപ്പറ്റി സൂചനയൊന്നുമില്ലെന്നും ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ലെന്നുമാണ് CBI റിപ്പോർട്ടിലുള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല. മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും CBI പറയുന്നു. CBI റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 കിട്ടി. കലോത്സവ വാർത്തകൾ. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. 1.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലത്ത് കലയുടെ അരങ്ങുണർന്നു. ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കാണ്. അനാവശ്യ മത്സരബോധം കൊണ്ട് കൗമാര മനസ്സുകൾ കലുഷിതമാക്കരുതെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. പതിനഞ്ച് വർഷത്തിന് ശേഷം കൗമാര മാമാങ്കത്തിന് കൊല്ലം വേദിയാകുകയാണ്. ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയായ ONV സ്മൃതിവേദിയിൽ കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ മംഗലം കളിയോടെയും നടി ആശാ ശരത്തിന്റെയും സംഘത്തിന്റെയും നൃത്തശില്പത്തോടെയുമുള്ള ഉദ്ഘാടന ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ച് 62ാമത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ അവരുടെ മത്സരമായി കലോത്സവത്തെ കാണരുതെന്നും കല പോയിന്റ് നേടാനുള്ള ഉപാധിയെന്ന് കരുതുന്ന രീതി ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകും. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ. 5 ദിവസം കൊണ്ട് 24 വേദികളിലായി 239 ഇനങ്ങളിൽ കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഏതാണ്ട് 14,000 കലാപ്രതിഭകളാണ് പങ്കെടുക്കുക. ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കാണ്. ഓരോ പോയിന്റും കണ്ണും നട്ട് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ കൊല്ലത്ത് ആവേശം പൊടിപൊടിക്കും. കലോത്സവ വേദിയിൽ നിന്നും ടീം ന്യൂസ് 18.
കാസർഗോഡിന്റെ തനത് ഗോത്ര കലാരൂപമായ മംഗലം കളി കൂടി വേദിയിലെത്തിയ കലോത്സവമാണ് ഇക്കൊല്ലത്തേത്. കല്യാണ വീടുകളെ കളറാക്കുന്ന ഈ നൃത്തരൂപത്തിന് പറയാൻ ഒരു ചരിത്രമുണ്ട്. അടിയാളന്മാരുടെ പ്രതിഷേധത്തിന്റെ ചരിത്രം. ഇത്തവണ പ്രദർശന കലയായി എത്തിയതാണെങ്കിലും വരും വർഷങ്ങളിൽ മത്സര ഇനമാകുമെന്നാണ് പ്രതീക്ഷ. ആര്യ ആർ ദേവന്റെ റിപ്പോർട്ടിലേക്ക്. മംഗലം കളി എന്ന ഗോത്ര കലാരൂപം കൂടി നമ്മുടെ കലോത്സവ വേദിയുടെ ഒരു ഭാഗമാവുകയാണ്. ഇത്തവണ ഒരു പ്രദർശന കലയായാണ് ഇത് വേദിയിൽ എത്തിയതെങ്കിൽ അടുത്ത വർഷം മുതൽ ഒരു മത്സര ഇനമായി തന്നെ നമുക്ക് വേദികളിൽ ഇത് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും കാസർഗോഡ് നിന്നുള്ള ഈ ഗോത്ര കലാരൂപം എന്താണ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ടീച്ചർ. നമ്മളെ മംഗലം കളി പറഞ്ഞാൽ മാവിലന്മാരുടെ സമുദായത്തിൽപ്പെട്ട ഒരു ആചാരാനുഷ്ഠാന കലയാണ്. മംഗലം കളി പിന്നെ കല്യാണ വീടുകളിൽ രാത്രി മുതൽ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആചാരാനുഷ്ഠാന കലയാണ്. മംഗലം കളിക്ക് ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞാൽ തുടിയാണ് മെയിൻ ഉപയോഗിക്കുന്നത്. പിന്നെ തുടി ഉണ്ടാക്കുന്നത് പ്ലാവിൻ്റെ മുറിച്ചെടുത്തിട്ട് പ്രത്യേകം ആക്കിയാണ്. പിന്നെ അതിൻ്റെ തോല് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ തോലാണ്. ഉടുമ്പ്, എരിവ് അങ്ങനത്തെ കാട്ടുമൃഗങ്ങളുടെ തോല് കൊണ്ടാണ് തുടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കളിക്കുമ്പോൾ വന്നു ലുങ്കി, ബ്ലൗസ്, തോർത്ത്, പാളത്തൊപ്പി അങ്ങനത്തെ ഒരു മേക്കപ്പ് ഒന്നുമില്ല. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് കളിക്കുന്ന ഒരു കലാരൂപമാണ്. പിന്നെ ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും കളിക്കും. ഈ കല്യാണ ദിവസങ്ങളിലൊക്കെ വീടുകളിൽ രാത്രി മുതൽ രാവിലെ വരെ ഉണ്ടാവും. ഇത് എങ്ങനെയാണ്, ഏത് ഭാഷയിലാണ് ഈ പാട്ട് പാടുന്നത്? ഇത് തുളു ഭാഷയില്. ഈ ഓരോ പാട്ടിനും ഓരോ കഥയുണ്ടാവും അല്ലേ? കഥയുണ്ട്. അങ്ങനെ തുളു ഭാഷയിൽ പിന്നെ പാടി കളിക്കുന്ന രണ്ടത് കുറച്ച് മലയാളം കൂടി മിക്സ് ഉണ്ട് പാട്ടിൽ. നിങ്ങളിപ്പോ ഏത് സ്കൂളിലാണ് മക്കളെ വരുന്നത്? ഇവിടെ സ്റ്റേജിൽ കളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഇതിപ്പം മത്സര ഇനമായിട്ടല്ല നിങ്ങൾ വന്നത്, ഇപ്പൊ ഒരു പ്രദർശന കലയായിട്ടാണ് വന്നത്. പക്ഷെ ഇതൊരു മത്സര ഇനമാക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ? അടുത്ത വർഷം മുതൽ മത്സര ഇനമാക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാ നിങ്ങളുടെ ഇതിന്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ? എത്ര നാളെടുത്താണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് സെറ്റ് ചെയ്ത്? 2 ദിവസം കൊണ്ട് എല്ലാവരും ഇത് സെറ്റ് ചെയ്ത് പഠിച്ചെടുത്തോ? നാട്ടിൽ പൊതുവെ കളിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? വേണ്ടിയിട്ട് പഠിച്ചാരുമില്ല അല്ലേ? അപ്പൊ നമുക്ക് മംഗലം കളിയിലെ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? ജമ്മിയോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പറയാൻ പറ്റാതിരിക്കുമ്പോൾ പാട്ടിൽ കൂടി പ്രതികരിച്ചാണ്. അതുമായി വാമൊഴിയായിട്ട് വരുന്നതെല്ലാം പാട്ടിൽ കൂടി പറഞ്ഞ് അവരെ ജമ്മിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് പാട്ടിലൂടെ. ഒരു പ്രതിഷേധ കലാരൂപം അല്ലേ? അതും ഏകദേശമായി പാട്ടിലെല്ലാം അതും വരുന്നുണ്ട്. പിന്നെ കല്യാണ വീടുകളിലാണ് ഇത് അധികവും കളിക്കാറ്. കല്യാണ വീടുകളിൽ തലേദിവസം വധുവരന്മാരുടെ വീട്ടിൽ 2 വീട്ടിലും കളി ഉണ്ടാകും. അപ്പോൾ പിറ്റേദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേദിവസം പെണ്ണും ചെറുക്കനും വീട്ടിൽ കയറുമ്പോൾ ചെറുക്കനെ പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഇത് കളിച്ചു കയറും വീട്ടിലേക്ക്. ഈ വധുവരന്മാരുടെ ബന്ധുക്കളാണോ ഇത് കളിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ആചാരമുണ്ടോ? ആചാരമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ വരുന്നവരെല്ലാവരും കളിക്കും. കളിക്കാൻ അറിയുന്നവർ എല്ലാവരും പാടി കളിക്കുന്നവരായി. ഗ്ലാമറസ് ഇനങ്ങൾക്കൊപ്പം നമ്മുടെയൊക്കെ തനത് കലാരൂപങ്ങളായ ഈ മംഗലം കളി കൂടി മത്സരം ഇനമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് ഇവർ നമുക്ക് മുന്നിൽ വെച്ചത്. എന്തായാലും അടുത്ത വർഷം മുതൽ ഇത് മത്സരം ഇനമായി തന്നെ നമുക്ക് വേദികളിൽ കാണാം എന്ന് പ്രതീക്ഷിക്കാം. വിനോദ് കുമാറിനും അനു ബേബിക്കുമൊപ്പം ആര്യ ആർ ദേവൻ, ന്യൂസ് 18 കേരളം.
കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.